വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ ഹിയറിംഗ് നടപടിയിൽ ആശങ്കയൊഴിയുന്നില്ല. 37 ലക്ഷം പേർ രേഖകൾ സമർപ്പിക്കേണ്ടതിൽ ഹിയറിംഗ് പൂർത്തിയാക്കിയത് 13 ലക്ഷം പേർ മാത്രമാണ്. സമയം നീട്ടി നൽകിയില്ലെങ്കിൽ ലക്ഷങ്ങൾ പുറത്തു പോകാനാണ് സാധ്യത. ഫെബ്രുവരി 14 ഹിയറിംഗിനുള്ള അവസാന സമയമായി ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി വിഭാഗത്തിൽ ഉള്ളവർ ഉൾപ്പെടെ 37 ലക്ഷം പേരാണ് ഹിയറിംഗ് നടപടിയുടെ ഭാഗമാകേണ്ടത്. സഫാൻ VP ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സഫാൻ, 37 ലക്ഷം പേർ ഇനി ഹിയറിംഗിന് ഹാജരാകണം. അതും ഫെബ്രുവരി 14 ഇത്രയും പേരുടെ ഹിയറിംഗ് നടത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ളത് സാധ്യമാണോ എന്നുള്ള ചോദ്യം. അങ്ങനെയല്ലെങ്കിൽ ഇത്രയും ആളുകൾ പുറത്തു പോകുമെന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം കൂടി മുന്നിൽ നിൽക്കുന്നു. അതായത് ഒരു തരത്തിലും ആശങ്കകൾ ഒഴിയുന്നില്ല. അതെ ജിൽസി, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പുറത്തിറക്കിയ കണക്ക്, ഈ ഹിയറിങ്ങിന് ഹാജരാകേണ്ടവരുടെ കണക്ക് എന്ന് പറയുന്നത് 19 ലക്ഷം ആയിരുന്നെങ്കിൽ ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി വിഭാഗത്തിൽ ഉൾപ്പെടെ 37 ലക്ഷം പേർ ഇപ്പോൾ ഹിയറിങ്ങിൻ്റെ ഭാഗമായിരിക്കുകയാണ്. അതിൽ തന്നെ ഇപ്പോൾ ഇതുവരെ ഹിയറിംഗ് പൂർത്തിയാക്കിയത് 13.5 ലക്ഷം പേരുടേത് മാത്രമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ കണക്കുകൾ. നമുക്ക് ഈ നോട്ടീസുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, നേരത്തെ തന്നെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഫെബ്രുവരി 14 വരെയാണ് ഹിയറിംഗ് നടപടികൾക്ക് സമയമുള്ളൂ. അതിനുശേഷം 21 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. ഈ 21 അന്തിമ പട്ടിക പ്രകാരമായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി ഫെബ്രുവരി 14 വരെയുള്ള ഈ സമയത്തിൽ ഇത്രയും എണ്ണം, അതായത് 37 ലക്ഷത്തിൽ 13.5 ലക്ഷം പേരുടെ ഹിയറിംഗ് മാത്രം പൂർത്തിയായ ഒരു സാഹചര്യത്തിൽ ഇനി ഇത്രയും പേരുടെ ലക്ഷക്കണക്കിന് 20 ലക്ഷത്തിന് മുകളിലുള്ള ആളുകളുടെ ഹിയറിംഗ് ഈ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ പൂർത്തിയാക്കും എന്നുള്ളൊരു ആശങ്കയാണ് വോട്ടർമാർക്കുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ, ഹിയറിംഗ് നടപടികളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വളരെ സുതാര്യമായിട്ട് നടക്കുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും ആളുകളെ ഇനിയും ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. നേരത്തെ തന്നെ ഈ മറ്റ് തെറ്റ് തിരുത്താനുള്ള സമയമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി നൽകിയിരുന്നു. ഈ ജനുവരി 30 വരെ തെറ്റ് തിരുത്താനുള്ള സമയം, വോട്ടർ പട്ടികയിൽ വീണ്ടും പേര് ചേർക്കാനുള്ള സമയമൊക്കെ 23 നിന്ന് 30 നീട്ടിയിരുന്നു. അപ്പോഴും ഹിയറിംഗുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾക്കോ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനോ സമയം നീട്ടി നൽകാൻ കമ്മീഷൻ തയ്യാറായിരുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എങ്ങനെയാണ് ഹിയറിംഗ് നടപടിക്രമങ്ങൾ ഈ ഫെബ്രുവരി 14 അവസാനിക്കുന്ന തരത്തിൽ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം രാഷ്ട്രീയ പാർട്ടി മീറ്റിംഗിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ രാഷ്ട്രീയ പാർട്ടികൾ ചോദിച്ചിരുന്നു. അന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു മാസത്തിനിടയിൽ ഹിയറിംഗ് പ്രക്രിയകൾ പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഒരു ദിവസം 1 ലക്ഷത്തോളം പേര് ഹിയറിംഗ് ചെയ്യാനുള്ള സംവിധാനം, അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനം കേരളത്തിലുണ്ട് എന്നുള്ളൊരു അവകാശവാദമായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഇന്ന് ജനുവരി 26, ഫെബ്രുവരി 14 ഈ സമയം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ജനുവരി 26 ഫെബ്രുവരി 14 എന്ന് പറയുമ്പോൾ ഇനി ബാക്കിയുള്ളത് 18 ദിവസങ്ങൾ മാത്രമാണ്. 24 ലക്ഷം പേരുടെ ഹിയറിംഗ് പൂർത്തിയാക്കണം.